everyone, welcome back to Easy on the Eye. And ഇന്ന് തിരുവോണമാണ്. സോ ഹാപ്പി ഓണം ടു എവ്രി വൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. ലൈക്ക് പ്രത്യേകിച്ച് ദർ ഈസ് നത്തിങ് മോർ, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളും സദ്യ കഴിക്കുന്നതും ഒക്കെ ഒരു വ്ളോഗാക്കി എടുക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് എല്ലാവരുടെയും ഓണം എങ്ങനെ പോകുന്നു? ഐ ഹോപ്പ് എവ്രി വൺ ഈസ് സേഫ് ആൻഡ് എവറിത്തിങ് ഈസ് ഫൈൻ. പിന്നെന്താണ്, ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് നിങ്ങൾ കുറച്ച് ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തൊക്കെ കണ്ടിട്ടായിരിക്കും, മേ ബി ഐ ഡോണ്ട് നോ. ബിക്കോസ് ഞാൻ ഏകദേശം ഉച്ചയായി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. ഞാൻ ബോഡി വാഷൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഉടുപ്പ് മീൻസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് സദ്യ ഉണ്ട്, പായസം ഉണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചു, സാമ്പാറായിരുന്നു. നിങ്ങളുടെ അവിടെ എന്തൊക്കെയുണ്ട്? കറികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, പോയി നോക്കിയിട്ട് ഞാൻ പറയാം, കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ വിശേഷമായിട്ട് there's nothing. It's a small Onam vlog. And yeah, without any further delay, let's get started. ഞാനൊരു ചെറിയ അത്തപ്പ് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്, ലൈക്ക് നമ്മുടെ ഇവിടെ ഉള്ള ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വെച്ചിട്ട്. പക്ഷേ നടന്നില്ല, കാരണം എഴുന്നേറ്റ് വന്നത് കുറച്ച് താമസിച്ചിട്ടാണ്. പിന്നെ അത് എന്തോ നടന്നില്ല. സോ ഇനി നമുക്ക് സദ്യ ഉണ്ടെന്നത് കാണാം. നമുക്ക് എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം. ആൻഡ് പായസം ഏതാണെന്ന് നോക്കാം. നിങ്ങളുടെ ഓണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം ഏതാ? ഓണം ഡേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുല്ലപ്പൂ വാങ്ങിക്കുന്നതും പിന്നെ സദ്യ ഇലയിൽ കഴിക്കുന്നതുമാണ്. ദാറ്റ്സ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഓണം. മുല്ലപ്പൂ മേടിച്ച് തലയിൽ വെക്കുന്നതും പിന്നെ നമ്മുടെ ഇലയിൽ തന്നെ എനിക്ക് ഫുഡ് കഴിക്കണം. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എന്തോ ഒരു രസമല്ലേ ഇലയിൽ സദ്യ കഴിക്കുക, പിന്നെ പായസം. ഇതാണ് ദ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ കടകളിൽ ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതെനിക്ക് ഒരു ഫേവറേറ്റ് പാർട്ടാണ്. പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ പുതിയ സിനിമാസ് ടി വി വരത്തില്ലേ, അതിനു വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഏതാണ് പുതിയ നമ്മൾ കാണാത്ത ന്യൂ ഫിലിംസ് റിലീസ് ആവുന്നത് എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഓണത്തിൻ്റെയൊക്കെ ദിവസം സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാകുമ്പോൾ ഈവനിങ് ഒക്കെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമായിരുന്നു. അതും ഒരു ഫേവറേറ്റ് പാർട്ടാണ്. ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എക്സാംസ് ഒക്കെ തീർന്ന് പിന്നെ വെക്കേഷൻ, അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലാണല്ലോ നമ്മൾ ഓണം മോസ്റ്റ്ലി സെലിബ്രേറ്റ് ചെയ്യാറ്. അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ സ്കൂളിൽ ഓണത്തിന് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്യില്ല, ഡ്രസ്സ് ഏതാണെന്നുള്ള പ്ലാനിങ്, പിന്നെ ഏത് അത്തപ്പൂ ആയിരിക്കും എന്നുള്ള പ്ലാനിങ്, പിന്നെ അതിന് വേണ്ടി ഫ്ലവേഴ്സ് മേടിക്കലും, ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഓക്കെ ഇതിൽ എന്തൊക്കെ വെച്ചാലും നമുക്ക് ഫസ്റ്റ് കിട്ടും, തുമ്പ വേണം എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഡിസ്കഷനൊക്കെ വാസ് ലൈക്ക് സോ നൈസ്. പിന്നെ കോളേജിൽ വന്നപ്പോൾ ഒരു ഓണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഒക്കെ ഉള്ളതെല്ലാം കോവിഡ് കാരണം നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വർക്ക് ചെയ്തെടുത്തുള്ള ഓണം വാസ് ലൈക്ക് സോ ഗുഡ്, ബിക്കോസ് ഇവിടെ ആയിരുന്നില്ല. അപ്പം നോർത്തിൽ അത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എല്ലാവർക്കും നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഇങ്ങനെ ഒരു ഓണം ഉണ്ട്, ഇങ്ങനെ സദ്യ കഴിക്കണം, ഇലയിലാണ് എന്നൊക്കെ. അപ്പോൾ ദാറ്റ് വാസ് ഗുഡ്. പക്ഷെ നമ്മുടെ ആ ഒരു വൈബ് കിട്ടില്ല, ബിക്കോസ് അവർക്ക് അതൊരു ഓണം വലിയൊരു സെലിബ്രേഷൻ അല്ല. they don't have that much 10 days holidays and all. അപ്പോൾ നമുക്കൊരു 1 or 2 days കിട്ടൂ. ബട്ട് ദാറ്റ് വാസ് ഫൺ. അവിടെ നമ്മൾ വീട്ടിൽ സദ്യയൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതും രസമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓണത്തിൻ്റെ ഏറ്റവും നല്ല മെമ്മറീസ് ഇറ്റ്സ് സ്കൂൾ ടൈം. സ്കൂൾ ടൈമിൽ ഡ്രസ്സ് ചെയ്യലും ഫോട്ടോ എടുക്കലും അത്തപ്പൂവിന് വേണ്ടി നമ്മുടെ ഈ പൂക്കളൊക്കെ മേടിക്കലും ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും, അതൊക്കെയായിരുന്നു ദ ബെസ്റ്റ് ഓണം. ഫ്രണ്ട്സായിട്ട് ഫോട്ടോ എടുക്കൽ, അത് കഴിഞ്ഞിട്ട് മേ ബി വിൽ ഗോ സംവെയർ, അതൊക്കെയായിരുന്നു ദ ബെസ്റ്റ് ടൈം. എൻ്റെ സ്കൂൾ ടൈമിൽ ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഷെയർ ഹിയർ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, മൈറ്റ് ബി എൻ്റെ ലാപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ സം പിക്ചേഴ്സ് ഓഫ് മൈ പ്രീവിയസ് ഓണം. ആൻഡ് യാ, നിങ്ങളുടെയൊക്കെ മെമ്മറീസ്, ഒരു കോർ മെമ്മറി ഉണ്ടാവല്ലോ ഓണത്തിൻ്റെ, ഡു ഷെയർ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ സദ്യ വെക്കാറുണ്ട് ഓണത്തിന്. ഉമ്മ, എൻ്റെ വാപ്ചാട് ഉമ്മയാണ് മെയിൻ ആൾ, ഷീ ഈസ് ഹിയർ. അപ്പോൾ ഉമ്മയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം സദ്യയൊക്കെ വെച്ചു. ആൻഡ് ഒരുങ്ങിയൊക്കെ ഇരിപ്പുണ്ട്, ആളെ ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ ഫുഡ് കഴിച്ച് തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരു രൂപമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രേമലു ഒക്കെ ടി വിയിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ അത്രയായിരുന്നു നമ്മുടെ ഓണം. ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.